നെയ്യാട്ടം കഴിഞ്ഞു. ഇനി കൊട്ടിയൂരിൽ ഇളനീരാട്ടം. ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീരഭിഷേകത്തിലൂടെയാണെന്നാണ് വിശ്വാസം. കാലം എത്ര മാറിയാലും കൊട്ടിയൂരിലെ ഇളനീർ വ്രതക്കാർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഇളനീർ കാവുകളായി ആയിരങ്ങളാണ് കൊട്ടിയൂരിലെത്തുക. വിവിധ ഇളനീർ സംഘങ്ങളുടെ പടിയിൽ കയറൽ എന്ന ചടങ്ങ് നടന്നു. ചേലേരിയിലെ ഇളനീർ സംഘത്തിൻ്റെ പടിയിൽ കയറൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കഴിഞ്ഞ ജൂൺ 2-നാണ് കൊട്ടിയൂരിൽ നീരെഴുന്നള്ളത്ത് ചടങ്ങ് നടന്നത്. അന്നു മുതൽക്കാണ് ഇളനീർ സംഘങ്ങൾ വ്രതം തുടങ്ങിയത്. ജൂൺ 2-ന് വ്രതാനുഷ്ഠാനത്തോടെ കഞ്ഞിപ്പുരയിൽ കയറിയ ചേലേരി ഇളനീർ സംഘം പടിയിൽ കയറൽ ചടങ്ങിൻ്റെ മുന്നോടിയായി കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കലശം കൊളിച്ചു. ക്ഷേത്രം മേൽശാന്തി EN നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഇളനീർ വ്രതക്കാർക്ക് ചൂരൽ കൈമാറി ഇളനീർ തളിച്ച് 3 വട്ടം പ്രദക്ഷിണം ചെയ്തു. ഇളനീർ വ്രതക്കാർ ആചാരപ്രകാരം ചിനക്കൽ നടത്തി. വിജയൻ കാരണവരുടെ നേതൃത്വത്തിൽ 17 പേരടങ്ങിയ ഇളനീർ വ്രതക്കാരാണ് ചേലേരി ചന്ദ്രോത്തുംകണ്ടി മടപ്പുര പടിയിൽ കയറിയത്. ജൂൺ 14-ന് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കും. കാൽനടയായി കാറ്റും മഴയും വെയിലും വകവെക്കാതെ അകം നിറഞ്ഞ ഭക്തിയോടെയുള്ള യാത്ര. ജന്മദുഃഖങ്ങളെ ഇളനീർ കാവുകളിലേക്ക് ആവാഹിച്ച് തൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന പ്രണവധ്വനികൾ മുഴക്കിയുള്ള യാത്ര. ജൂൺ 17-ന് കൊട്ടിയൂരിലെത്തി തിരുവഞ്ചിറയിൽ ഇളനീർ കാവുകൾ സമർപ്പിക്കും. ജൂൺ 18-നാണ് കൊട്ടിയൂരിൽ ഇളനീരാട്ടം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,